തആലയുടെ മറ്റൊരു ഇസ്മ അൽ ജബ്ബാർ ഹുവ ബിമഅനൽ അലിയുൽ അഅല. ഇന്നലെ നമ്മൾ അൽ അലിയുൽ അഅല എന്നതിന്റെ മഅന പഠിച്ചു, അല്ലെങ്കിൽ വായിച്ചു. ഞാൻ വായിച്ചു, പഠിച്ചവര് പഠിച്ചു. അതുകൊണ്ട് അങ്ങനെയാണ്. വബിമഅനൽ ഖഹാർ, ഖഹാർ എന്ന അർത്ഥത്തിലും ഖഹാർ, അതുപോലെ തന്നെ അൽ അലിയുൽ അഅല, ഇതേ ആശയങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്നതാണ് അൽ ജബ്ബാർ എന്ന ഇസ്മും. വബിമഅന റഊഫ്, അതുകൂടാതെ റഊഫ് എന്ന നാമവും അതിൽപ്പെടും. ജബ്ബാർ എന്ന പേരിൽ അൽ അലി അൽ അഅല, അല്ലാഹുവിന്റെ ഉലൂവ്, ഉലൂവുൽ ദാത്ത്, ഉലൂവുൽ ഖഹർ, ഉലൂവുൽ ഖദർ, എല്ലാ നിലക്കുള്ള അല്ലാഹുവിന്റെ ഉലൂവും എല്ലാ സൃഷ്ടികളുടെയും മേലാണ് ജബ്ബാർ. എല്ലാറ്റിനെയും അടക്കി വാഴുന്നവനാണ്, എല്ലാം അവന്റെ കീഴിലാണ്. അപ്പോഴാണ് അവൻ ജബ്ബാർ ആകുന്നത്. എല്ലാം തന്റെ കീഴിലാണ് എന്ന തോന്നല് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു പടത്തിലോ വന്നാൽ അതിനെ സംബന്ധിച്ച് ഈ വാക്കുപയോഗിക്കും, ജബ്ബാറാണ്. അങ്ങനെ ഒരുത്തരും ഇല്ല. എല്ലാവരുടെയും മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജബറൂത്തുണ്ട്. അവന്റെ ജബറൂത്തിന്റെ കീഴിലാണ് എല്ലാവരും. പിന്നെ അവന്റെ മേൽ ജബറൂത്ത് നടിക്കാൻ, കിബർ നടിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ഭൂമിയിൽ ഒരൊറ്റ ചക്രവർത്തിക്കും ഒരൊറ്റ രാജാവിനും അധികാരമില്ല. എല്ലാം അവന്റെ കീഴിലാണ്. വഹുവൽ അലിയുൽ അഅല. വബിമഅനൽ ഖഹാർ, അതുപോലെ തന്നെ ഖഹാർ, അടക്കി വാഴുന്ന, എല്ലാം അവന്റെ കീഴിലാണ്, അവനാണ് കാര്യങ്ങളെല്ലാം അടക്കി വാഴുന്നവൻ എന്ന ഖഹാറും ജബ്ബാർ എന്ന മഅനയിൽപ്പെടും. എന്നതുപോലെ തന്നെ അർ റഊഫ്, ഇത് വളരെ അപ്പുറം നിൽക്കുന്ന ഒരു സിഫത്താണ്. അൽ അലി അൽ അഅല അൽ ഖഹാർ അർ റഊഫ്, അതും ജബർ എന്ന വാക്കിൽ വരും, ജബ്ബാർ എന്ന വാക്കിൽ വരും. റഊഫാണ്, അലിവ് കാണിക്കുന്ന, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനും കൂടിയാണ് ജബ്ബാർ. എങ്ങനെ? അൽ ജാബിറു ലിൽ ഖുലൂബിൽ മുൻകസിറ, പൊട്ടിത്തകർന്ന ഹൃദയങ്ങൾക്ക്, ആ പൊട്ടിത്തകർന്ന ഹൃദയവുമായി ഒരാൾ വന്നാൽ ആ ഹൃദയത്തിന്റെ വിള്ളലും തകർച്ചയും പരിഹരിച്ചു കൊടുക്കും, സമാധാനം നൽകും. അത് ജബ്ബാറായ അള്ളാഹുവിന്റെ ആ ഇസ്മിൽപ്പെട്ട സിഫത്താണ്. പൊട്ടിത്തകർന്ന ഹൃദയവുമായി ആരാണോ ജബ്ബാറായ അള്ളാഹുവിലേക്ക് തിരിയുന്നത്, ആ തകർന്ന ഹൃദയത്തെ അവൻ ആശ്വസിപ്പിക്കും, അതിന്റെ വിള്ളൽ അവൻ നീക്കിക്കൊടുക്കും. ജബറ എന്ന് പറഞ്ഞാൽ ഒരു മുറിവോ വിള്ളലോ ഉണ്ടെങ്കിൽ അത് നീക്കുന്നതിനാണ് പറയും. വിള്ളലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവൽ ജബ്ബാർ, അവന്റെ മുന്നിലേക്ക് തകർന്ന ഹൃദയവുമായി ചെല്ലുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകി പുറത്തു കൊടുക്കുന്ന റഊഫാണവൻ. വലിദ്ദഈഫിൽ ആജിസ്, അതുപോലെ തന്നെ അശക്തനായ ദുർബലനായ ഒരാൾ അവനിലേക്ക് തിരിയുമ്പോൾ അവന്റെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കും. അവൻ ജബ്ബാറാണ്, പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവനാണ്. ഇതാണ് ജബർ എന്നതിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിൽ വജ്ബുർനി, എന്തേ വജ്ബുർനിന്റെ അർത്ഥം? എന്റെ കുറവുകൾ റബ്ബെ നീ പരിഹരിച്ചു തരണേന്നാണ്. ദീനിയായി ശർഈയായി ഞാൻ ചെയ്യുന്ന അഅ്മാലുകളിലുള്ള എന്റെ കുറവുകൾ, എന്റെ ജീവിതത്തിൽ വരുന്ന എന്റെ മഅസിയത്തുകൾ കൊണ്ട് വരുന്ന എന്റെ കുറവുകൾ, ഞാൻ ചെയ്യുന്ന ത്വാഅത്തുകളിൽ വാജിബായ കർമ്മങ്ങളിൽ വരുന്ന കുറവുകൾ, ഞാൻ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ട് മഅസിയത്തുകൾ കൊണ്ട് വരുന്ന എന്റെ കുറവുകൾ, അതുപോലെ തന്നെ ദീനിലും ദുനിയാവിലുമുള്ള എന്റെ എല്ലാ കുറവുകളും റബ്ബെ പരിഹരിച്ച് എനിക്ക് അത് തീർത്തു തരണേ എന്നുള്ളതാണ് വജ്ബുർനി എന്ന് പറഞ്ഞാൽ. അത് ജബ്ബാറായ റബ്ബിനോടല്ലാതെ ആരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്? വജ്ബുർനി യാ ജബ്ബാർ, അല്ലാഹുവാണ് ജബ്ബാർ. വലിദ്ദഈഫിൽ ആജിസ്, ദുർബലനും അശക്തനുമായ ഒരാൾ അല്ലാഹുവിലേക്ക് ഇൽത്തിജാ ചെയ്താൽ, വലിമൻ ലാദ ബിഹി വലജഅ ഇലൈഹി, അവനിലേക്ക്
രക്ഷ തേടുകയും അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ദുർബലനായ ആജിസായ കഴിവില്ലാത്ത ഒരാളെ അവൻ സഹായിക്കും. അവൻ റഊഫാണ്, അവൻ ജബ്ബാറാണ്. ഇതാണ് ജബ്ബാർ എന്ന അർത്ഥതലത്തിൽ വരുന്ന മആനികളിൽ പ്രധാനപ്പെട്ട ചിലത്. വൽ മുതകബ്ബിർ,